ഓട്ടോമേഷൻ എഡ്യൂക്കേഷൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ CPU കുറിച്ചാണ്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഈസ് ദി മെയിൻ പാർട്ട് ഓഫ് എ കമ്പ്യൂട്ടർ ടു കൺട്രോൾ ഓൾ ആക്ടിവിറ്റീസ് ഓഫ് ദി ഹോൾ കമ്പ്യൂട്ടർ കൺഫിഗറേഷൻ. Therefore, it is said to be the brain of the computer. കമ്പ്യൂട്ടറിലെ എല്ലാ ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യുന്ന കമ്പ്യൂട്ടറിലെ മെയിൻ പാർട്ടാണ് CPU എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ CPUവിനെ കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ എന്നാണ് അറിയപ്പെടുന്നത്. It processes the input data as per the instruction provided and produces the desired output. കമ്പ്യൂട്ടർ നൽകുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ഡേറ്റ ഇൻപുട്ട് ചെയ്യുകയും അതിനനുസരിച്ചുള്ള ഡിസൈഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നതാണ് CPU. CPU has a single integrated circuit chip called the microprocessor. It is plugged into the motherboard of the computer. CPUവിൽ ഒരു സിംഗിൾ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ചിപ്പ് ഉണ്ട്. അതിന് പറയുന്ന പേരാണ് മൈക്രോ പ്രോസസ്സർ. ഈ ഒരു സർക്യൂട്ട് ചിപ്പിനെ കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇറ്റ് കൺട്രോൾസ് ഓൾ ദി ഡിവൈസസ് ഓഫ് ദി കമ്പ്യൂട്ടർ ആൻഡ് ദി ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ഡേറ്റ ബിറ്റ്വീൻ മെമ്മറി ആൻഡ് CPU. ഇത് കമ്പ്യൂട്ടറിലെ എല്ലാ ഡിവൈസുകളും കൺട്രോൾ ചെയ്യുകയും അതുപോലെ തന്നെ CPU മെമ്മറിയും തമ്മിലുള്ള ഇൻപുട്ട് ഡേറ്റയും ഔട്ട്പുട്ടും ഡേറ്റയൊക്കെ പ്രോസസ്സ് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. CPUയിലെ മെയിൻ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ഫെച്ചിങ് ദി ഇൻസ്ട്രക്ഷൻസ് ഫ്രം മെയിൻ മെമ്മറി. അതായത് ഫെച്ചിങ് എന്ന് പറയുമ്പോൾ റിട്രീവിങ് ഡേറ്റ മെയിൻ മെമ്മറിയിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസ് സ്വീകരിക്കുന്നു. ഡീകോഡ് ഓർ ട്രാൻസ്ലേറ്റ് ദി ഫെച്ചഡ് ഇൻസ്ട്രക്ഷൻ ഇൻ ടു കമാൻഡ്സ് ടു ഡിസൈഡ് വാട്ട് ഓപ്പറേഷൻസ് ആർ ടു ബി പെർഫോംഡ്. റിട്രീവ് ചെയ്ത ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്യുകയും അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുകയും കമാൻഡ്സിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും എന്ത് പെർഫോമൻസ് ആണ് അല്ലെങ്കിൽ എന്ത് പ്രോസസ്സാണ് കിട്ടിയ ഡേറ്റ കൊണ്ട് ചെയ്യേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യുകയും ചെയ്യുന്നു. എക്സിക്യൂട്ടിംഗ് ദി ഇൻസ്ട്രക്ഷൻസ് കിട്ടിയ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് എന്ത് ചെയ്യുന്നു? ഈ ഡേറ്റയെ എക്സിക്യൂട്ട് ചെയ്യുന്നു. സ്റ്റോറിംഗ് ദി റിസൾട്ട്സ് ബാക്ക് ഇൻ ദി മെമ്മറി. ഈ എക്സിക്യൂട്ട് ചെയ്ത ഡേറ്റ പ്രോസസ്സ് ചെയ്ത ഡേറ്റ എന്ത് ചെയ്യുന്നു? അതിൽ കിട്ടിയ റിസൾട്ടിനെ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഈ ഒരു 4 കാര്യങ്ങളാണ് മെയിനായിട്ടും CPU ചെയ്യുന്നത്. CPUവിന് മെയിനായിട്ടും 6 കമ്പോണൻസ് ആണുള്ളത്. അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ്, ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റ്, ഇൻ്റർഫേസ് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ് ആൻഡ് രജിസ്റ്റേഴ്സ്. ഫസ്റ്റ് അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ALU അല്ലെങ്കിൽ അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ് എന്ന് പറയുന്നത് കണ്ടെയ്ൻസ് ദി ഇലക്ട്രോണിക് സർക്യൂട്ടറി ദാറ്റ് പെർഫോംസ് ഓൾ ദി അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് ഓഫ് ദി കമ്പ്യൂട്ടർ. അഡിഷനും സബ്സ്ട്രാക്ഷനും പോലെയുള്ള അരിത്മെറ്റിക്കും ലോജിക്കൽ ഓപ്പറേഷൻസും ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടറിൽ ചെയ്യുന്നത് അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ് ആണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 യൂണിറ്റ്സ്, അരിത്മെറ്റിക് യൂണിറ്റ് ആൻഡ് ലോജിക്. അരിത്മെറ്റിക് യൂണിറ്റ് കണ്ടെയ്ൻസ് ദി സർക്യൂട്ടറി ടു എക്സിക്യൂട്ട് ദി അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ലൈക്ക് അഡിഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. ഇതിൽ പ്രധാനമായിട്ടും 2 യൂണിറ്റ് ആണുള്ളത്. അരിത്മെറ്റിക് യൂണിറ്റും ഉണ്ട്, ലോജിക്കൽ യൂണിറ്റും ഉണ്ട്. ഇതിൽ അരിത്മെറ്റിക് യൂണിറ്റ് എന്ന് പറയുന്നത് അഡിഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യാനാണ്. ഇറ്റ് റിസീവ്സ് ഇൻപുട്ട് ഡേറ്റ ഇൻ ദി ഫോം ഓഫ് ഇൻസ്ട്രക്ഷൻ വിച്ച് ഹാസ് കോഡ്, ഓപ്പറൻസ് ആൻഡ് ഫോർമാറ്റ് കോഡ്. ഇൻസ്ട്രക്ഷൻ ഫോമിൽ ഡേറ്റ ഇൻപുട്ട് ചെയ്യുകയും ആ ഇൻസ്ട്രക്ഷനനുസരിച്ച് ഡേറ്റയെ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു. OP കോഡ് സൂചിപ്പിക്കുന്നത് സ്പെസിഫിക് ഓപ്പറേഷനെയും ഓപ്പറൻസ് സൂചിപ്പിക്കുന്നത് ഡേറ്റ ഫോർ ഓപ്പറേഷൻ. ഫോർമാറ്റ് കോഡ് സൂചിപ്പിക്കുന്നത് ഫോർമാറ്റ് ഓഫ് ഡേറ്റയുടെ ഫോർമാറ്റിനെയാണ്. ലോജിക് യൂണിറ്റ് പെർഫോം ചെയ്യുന്നത് ഈക്വൽ ടു കണ്ടീഷൻ, ലെസ് ദാൻ കണ്ടീഷൻ, ഗ്രേറ്റർ ദാൻ കണ്ടീഷൻ ഇവ പോലുള്ളവയാണ്. ഇറ്റ് പെർഫോംസ് ഓൾ ഇൻറ്റഗർ ആൻഡ് ബിറ്റ്വൈസ് കാൽക്കുലേഷൻസ്. എല്ലാ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻറ്റഗർ ആയിട്ടുള്ളതും ബിറ്റ്വൈസ് കാൽക്കുലേഷൻസും പെർഫോം ചെയ്യുന്നു. ഇൻറ്റഗർ ഡിവിഷനും അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് കാൽക്കുലേഷൻസും ഒന്നും ALU ഹാൻഡിൽ ചെയ്യാറില്ല. നെക്സ്റ്റ് പറയുന്നത് ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റ്. ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റ് ഈസ് എ കമ്പോണൻറ്റ് ഓഫ് ദി CPU ആൻഡ് ഇറ്റ് പെർഫോംസ് മോർ അഡ്വാൻസ്ഡ് മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻ. CPUവിൻ്റെ ഒരു കമ്പോണൻ്റ് ആണ് ഫ്ലോട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇത് ഒരു മോർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് ആണ് കൈകാര്യം ചെയ്യുന്നത്. ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റിന് നോൺ ഇൻറ്റഗർ മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ്, അഡിഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അതുപോലെ ഡിവിഷൻ ഓഫ് നമ്പേഴ്സ്, അതുപോലെ തന്നെ ഡെസിമൽ പോയിൻറ്റോടുകൂടിയ ഡിവിഷൻ ഓഫ് നമ്പേഴ്സ് വരെ പ്രോസസ്സ് ചെയ്യാനായിട്ട് ഫ്ലോട്ടിംഗ് പോയിന്റിന് കഴിയും. നെക്സ്റ്റ് CPUവിൻ്റെ കമ്പോണൻ്റ് ആണ് ഇൻ്റർഫേസ് യൂണിറ്റ്. ദി ഇൻ്റർഫേസ് യൂണിറ്റ് എസ്റ്റാബ്ലിഷസ് കണക്ഷൻസ് ബിറ്റ്വീൻ ദി CPU ആൻഡ് അതർ പാർട്സ് ഓഫ് ദി കമ്പ്യൂട്ടർ സിസ്റ്റം. CPUവിനെയും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെ മറ്റ് പാർട്സിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഇൻ്റർഫേസ് യൂണിറ്റ് ആണ്. അങ്ങനെ കണക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇൻ്റർഫേസ് യൂണിറ്റിന് റെസ്പോൺസിബിൾ ഫോർ സെൻഡിങ് ആൻഡ് റിസീവിംഗ് സിഗ്നൽസ് ദാറ്റ് പാസ് ബിറ്റ്വീൻ ദി CPU ആൻഡ് അതർ ഡിവൈസസ് വിത്തിൻ ദി കമ്പ്യൂട്ടർ സിസ്റ്റം. അതായത് കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെ
ഡിവൈസുകളും അതുപോലെ CPU തമ്മിൽ കൈമാറുന്ന സിഗ്നൽസിൻ്റെ റെസ്പോൺസിബിലിറ്റി ഇൻ്റർഫേസ് യൂണിറ്റിനുണ്ട്. നെക്സ്റ്റ് കമ്പോണൻ്റ് ആണ് കൺട്രോൾ യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റ് ആക്ട്സ് ആസ് എ സൂപ്പർവൈസർ ആൻഡ് കൺട്രോൾസ് ദി ഓപ്പറേഷൻസ് ഓഫ് അതർ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ മറ്റ് യൂണിറ്റ്സുകളുടെ ഓപ്പറേഷൻസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ്. ഇറ്റ് ഓർഗനൈസസ് ദി പ്രോസസ്സിംഗ് ഓഫ് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ്. പ്രോസസ്സ് ചെയ്യുന്ന ഡേറ്റയും ഇൻസ്ട്രക്ഷൻസും എല്ലാം കൺട്രോൾ ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ്. It coordinates the operations of memory, ALU, input and output units. മെമ്മറിയുടെ ഓപ്പറേഷൻസും അതുപോലെ തന്നെ അരിത്മെറ്റിക് ലോജിക് യൂണിറ്റിൻ്റെ ഓപ്പറേഷൻസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റിൻ്റെ ഓപ്പറേഷൻസ് ഇതെല്ലാം തന്നെ കോർഡിനേറ്റ് ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ്. ഇറ്റ് ഹാസ് എ പ്രോഗ്രാം കൗണ്ടർ രജിസ്റ്റർ ടു കീപ് ട്രാക്ക് ഓഫ് ദി ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ് നെക്സ്റ്റ്. അതായത് എന്താണോ നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, എന്ത് പ്രോഗ്രാമാണോ നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്നതിനുള്ള ഒരു പ്രോഗ്രാം കൗണ്ടർ കൺട്രോൾ യൂണിറ്റിനുണ്ട്. Control unit uses the instruction in the instruction register to decide which circuit is to be activated. കൺട്രോൾ യൂണിറ്റ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലെ ഇൻസ്ട്രക്ഷൻസിന് അനുസരിച്ച് ഏത് സർക്യൂട്ടാണ് ആക്ടിവേറ്റ് ചെയ്യേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യുന്നു. ദി കൺട്രോൾ യൂണിറ്റ് ഹാസ് ദി ഫോളോയിങ് ഫങ്ഷൻസ്. കൺട്രോൾ യൂണിറ്റിൻ്റെ ഫങ്ഷൻസ് ആണ് ഇനി പറയുന്നത്. ഫെച്ചിങ് ആൻഡ് ഇൻസ്ട്രക്ഷൻ സ്റ്റോറേജ് ഡിവൈസസ്. സ്റ്റോറേജ് ഡിവൈസിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസ് എടുക്കുന്നു. ഡീകോഡിംഗ് ഓഫ് ദി ഇൻസ്ട്രക്ഷൻ. കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് ഈ ഇൻസ്ട്രക്ഷൻസ് ഡീകോഡ് ചെയ്യുന്നു. സെൻഡിങ് ദി ഡീകോഡഡ് ഡേറ്റ ടു ദി ALU. അങ്ങനെ ഡീകോഡ് ചെയ്ത ഡേറ്റയെ അരിത്മെറ്റിക് ലോജിക് യൂണിറ്റിലേക്ക് സെൻഡ് ചെയ്യുന്നു. ഗൈഡിങ് ദി അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ് ടു പെർഫോം ദി ഫങ്ഷൻ. അരിത്മെറ്റിക് ലോജിക് യൂണിറ്റിനെ ഗൈഡ് ചെയ്യുന്നു. എങ്ങനെയാണോ ആ ഒരു പ്രോഗ്രാം ചെയ്തെടുക്കേണ്ടത് എന്ന് ഗൈഡ് ചെയ്യുന്നു. ഇൻസ്ട്രക്റ്റിംഗ് ദി ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസസ് ടു അലോ ദി പ്രോഗ്രാംസ് ടു ബി കമ്മ്യൂണിക്കേറ്റഡ്. ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈസസിനെ ഈ പ്രോഗ്രാംസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഇൻസ്ട്രക്ട് ചെയ്യുന്നു, നിർദ്ദേശം കൊടുക്കുന്നു. സെൻഡിങ് ദി പ്രോസസ്ഡ് ഡേറ്റ ഔട്ട്പുട്ട് ടു സ്റ്റോറേജ് രജിസ്റ്റർ. പ്രോസസ്സ് ചെയ്ത ഡേറ്റയും ഔട്ട്പുട്ടിലേക്കും അതുപോലെ സ്റ്റോറേജ് രജിസ്റ്ററിലേക്കും സെൻഡ് ചെയ്യുന്നു. ഇത്രയാണ് കൺട്രോൾ യൂണിറ്റിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് CPUവിൻ്റെ കമ്പോണൻ്റ് ആണ് രജിസ്റ്റേഴ്സ്. രജിസ്റ്റേഴ്സ് ആർ ദി ടെമ്പററി സ്റ്റോറേജ് യൂണിറ്റ് ഓഫ് ദി CPUവിൽ താൽക്കാലികമായിട്ടുള്ള ഒരു സ്റ്റോറേജ് യൂണിറ്റ് ആണ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഹൈ സ്പീഡ് മെമ്മറി ലൊക്കേഷൻസ് ഇൻ ദി രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഹൈ സ്പീഡ് മെമ്മറിയാണ്. ദേ ഹോൾഡ് വേരിയസ് ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻ സച്ച് എസ് ഡേറ്റ, ഇൻസ്ട്രക്ഷൻസ്, അഡ്രസ്സസ് ആൻഡ് ഇന്റർമീഡിയറ്റ് റിസൾട്ട്സ് ഓഫ് കാൽക്കുലേഷൻ. ഡേറ്റയും ഇൻസ്ട്രക്ഷൻസും അതുപോലെ തന്നെ അഡ്രസ്സസ് അതുപോലെ ഇന്റർമീഡിയറ്റ് റിസൾട്ട്സ്, കാൽക്കുലേഷൻസിൻ്റെ എല്ലാം റിസൾട്ട്സ് ഇതെല്ലാം ഹോൾഡ് ചെയ്യുന്നത് രജിസ്റ്റേഴ്സ് ആണ്. ദേ ഹോൾഡ് ദി കറൻ്റ്ലി വർക്കിംഗ് ഇൻഫർമേഷൻ ഓഫ് ദി CPU പ്രോസസ്സ് ചെയ്യുന്ന ഇൻഫർമേഷൻ പോലും ഹോൾഡ് ചെയ്യുന്നത് രജിസ്റ്റേഴ്സ് ആണ്. ഹെൻസ് രജിസ്റ്റേഴ്സ് ആർ കൺസിഡേർഡ് ആസ് ദി CPU's വർക്കിംഗ് മെമ്മറി. അതുകൊണ്ട് തന്നെ രജിസ്റ്റേഴ്സിനെ കൺസിഡർ ചെയ്യുന്നത് CPUവിൻ്റെ വർക്കിംഗ് മെമ്മറി ആയിട്ടാണ്. ടൈപ്സ് ഓഫ് രജിസ്റ്റേഴ്സ്. ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് സ്റ്റോർസ് വാല്യൂ ദാറ്റ് ദി പ്രോസസ്സർ ഈസ് കറൻ്റ്ലി യൂസിങ്. CPU വർക്ക് ചെയ്യുന്ന സമയത്തും അതിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്യുന്നതാണ് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്. ഫ്ലോട്ടിംഗ് പോയിന്റ് രജിസ്റ്റേഴ്സ് സ്റ്റോർസ് ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസ്. ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നത് ഫ്ലോട്ടിംഗ് പോയിന്റ് രജിസ്റ്റേഴ്സ് ആണ്. പ്രോഗ്രാം കൗണ്ടർ രജിസ്റ്റർ ഹോൾഡ്സ് ദി മെമ്മറി ലൊക്കേഷൻ ഓഫ് ദി നെക്സ്റ്റ് ലൊക്കേഷൻ ടു ബി എക്സിക്യൂട്ടഡ്. നെക്സ്റ്റ് ഏത് പ്രോഗ്രാമാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് പ്രോഗ്രാം കൗണ്ടർ രജിസ്റ്റർ ആണ്. ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ഹോൾഡ്സ് ദി ഇൻസ്ട്രക്ഷൻ കറൻ്റ്ലി ബീയിങ് എക്സിക്യൂട്ടഡ്. പ്രോഗ്രാമിന്റെ ഇൻസ്ട്രക്ഷൻ എല്ലാം ഹോൾഡ് ചെയ്യുന്നത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ആണ്. സ്റ്റാറ്റസ് രജിസ്റ്റർ holds the information about the current state of the operation within the CPU. CPU കറൻ്റ്ലി ആയിട്ട് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഡേറ്റയെക്കുറിച്ചുള്ള ആ ഒരു ഇൻഫർമേഷൻ ഹോൾഡ് ചെയ്യുന്നത് സ്റ്റാറ്റസ് രജിസ്റ്റർ ആണ്. മെമ്മറി ഡേറ്റ രജിസ്റ്റർ സ്റ്റോർസ് ഓപ്പറൻസ് ആൻഡ് ഡേറ്റ. ഓപ്പറേഷൻസും അതിൻ്റെ ഡേറ്റയും സ്റ്റോർ ചെയ്യുന്നത് മെമ്മറി ഡേറ്റ രജിസ്റ്റർ ആണ്. നെക്സ്റ്റ് പറയുന്നത് മദർ ബോർഡ്. എ മദർ ബോർഡ് കണ്ടെയ്ൻസ് ദി കമ്പ്യൂട്ടേഴ്സ് ബേസിക് സർക്യൂട്ടറി ആൻഡ് കമ്പോണൻറ്റ്. കമ്പ്യൂട്ടറിൻ്റെ ബേസിക് ആയിട്ടുള്ള സർക്യൂട്ടറിയും കമ്പോണൻസും എല്ലാം മദർ ബോർഡിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്. ഈ കമ്പോണൻസ് എല്ലാം തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് സർക്യൂട്ട്സ് വഴിയാണ്. മദർ ബോർഡിലുള്ള കമ്പ്യൂട്ടറിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത് ദി മൈക്രോ പ്രോസസ്സർ, കോ പ്രോസസ്സേഴ്സ്, മെമ്മറി, ബേസിക് യൂണിറ്റ്, ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് സിസ്റ്റം, എക്സ്പാൻഷൻ സ്ലോട്ട്, ഇന്റർ കണക്റ്റിംഗ് സർക്യൂട്ടറി. അഡീഷണൽ ആയിട്ടുള്ള കമ്പോണൻസ് എല്ലാം മദർ ബോർഡിൻ്റെ എക്സ്പാൻഷൻ സ്ലോട്ടിലാണ് കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആഡ് ചെയ്യുന്നത്. ഇത്രയാണ് CPUവിൻ്റെ മെയിൻ ആയിട്ടുള്ള 6 കമ്പോണൻസ്.